കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബി.ജെ.പിക്ക് ജയിക്കാൻ അവസരമൊരുക്കി യു.ഡി.എഫ്. 2 സീറ്റ് വിജയിക്കാനുള്ള അംഗബലം യു.ഡി.എഫിനുണ്ടായിരുന്നു. എന്നിട്ടും ഒരു സീറ്റ് ബി.ജെ.പിക്ക് ജയിക്കാൻ യു.ഡി.എഫ് അവസരമുണ്ടാക്കിയത് ഡീലിന്റെ ഭാഗമായാണെന്ന് കോഴിക്കോട് മേയർ ഒ സദാശിവൻ പറഞ്ഞു. കോർപ്പറേഷനിലെ അംഗബലമനുസരിച്ച് 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എൽ.ഡി.എഫിനും ഒരെണ്ണം യു.ഡി.എഫിനും ലഭിക്കുമായിരുന്നു. എന്നാൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബി.ജെ.പിക്ക് ലഭിക്കാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു യു.ഡി.എഫ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് കൃത്യമായ രീതിയിൽ അംഗങ്ങൾ നൽകാൻ യു.ഡി.എഫ് തയ്യാറായില്ല. ഇതിന്റെ ഭാഗമായാണ് നികുതികാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ബി.ജെ.പിക്ക് ലഭിച്ചത്. യു.ഡി.എഫ് ബി.ജെ.പി ഡീലിന്റെ ഭാഗമായാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മേയർ ഒ സദാശിവൻ പറഞ്ഞു. ആ കമ്മിറ്റിക്കകത്ത് യഥാർത്ഥത്തിൽ 4 പേരാണ് യു.ഡി.എഫിൻ്റെ അംഗങ്ങളുള്ളത്. ഒരാളെ കൂടി കൂടുതൽ കൊടുത്താൽ ആ കമ്മിറ്റി അവർക്ക് വിജയിക്കാൻ കഴിയും. പക്ഷേ അനാവശ്യമായുള്ള കമ്മിറ്റിയിലേക്ക് അവർ വിജയിച്ച് വരാൻ സാധ്യതയില്ലാത്ത കമ്മിറ്റിയിലേക്ക് കൂടുതൽ അംഗങ്ങൾ കൊടുക്കുകയും ചെയ്തു. ആ അംഗത്തെ കൊടുത്തതിന് പകരം ഈ ടാക്സ് അപ്പീൽ കമ്മിറ്റിയിലേക്കാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ അത് വിജയിക്കാൻ സാധിക്കുകയായിരുന്നു. ബി.ജെ.പി ആയിക്കൊണ്ട് യോജിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വേണ്ട ഒരെണ്ണം ബി.ജെ.പി വിജയിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടെ തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് ഞങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നത്. ഇതോടെ കോഴിക്കോട് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും രൂക്ഷമാകും. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മുൻ പ്രതിപക്ഷ നേതാവ് കെ.സി. ശോഭിത വരാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർ നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിന്നും ശോഭിത വിട്ടുനിന്നിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.